1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് ഞാൻ നടത്തുന്നത്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ആദിത്യ ഗുരു യോഗം നടക്കുന്നതിനാൽ അതിൻ്റെതായിട്ടുള്ള ചില ഫലങ്ങൾ ഉണ്ടാകാം. ജ്ഞാനവും നേതൃത്വവും ഉണ്ടാകുന്നു. കാരണം അറിവിലേക്ക് വേണ്ടി കുറച്ച് ബുദ്ധി നേരെ വികസിക്കുന്നു, ബുദ്ധിപരമായിട്ടുള്ള ശക്തി ലഭിക്കുന്നു. അതുപോലെ ഈ പൊതുപ്രവർത്തകർക്ക് ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് കൂടുതൽ വരാനുള്ള ഒരു കഴിവ് അവർക്ക് ലഭിക്കുന്നു. ആഗ്രഹത്തെ അഭിലാഷത്തെ ബുദ്ധിയുമായിട്ട് യോജിപ്പിച്ച് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തികളെയൊക്കെ ബഹുമാന്യരാക്കി മാറ്റുന്നു, ഒരു പ്രത്യേക നല്ലൊരു സ്വഭാവമുള്ളവരാക്കി മാറ്റാൻ സാധിക്കുന്നു. ആത്മീയവും ധാർമ്മികവുമായ വളർച്ച ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട് ഈ യോഗം നടക്കുന്നതിനാൽ. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ വരുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആൾക്കാർക്ക്, അതായത് വിശേഷിച്ചും ഭക്തജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു ആശയക്കുഴപ്പം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ദൈവികതയിൽ വിശ്വസിക്കണമോ വേണ്ടയോ എന്നും, മതഗ്രന്ഥങ്ങളിൽ ഏത് മതത്തിന്റെ ഗ്രന്ഥങ്ങളായിരുന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള, ഇതൊക്കെ വിശ്വസിക്കാമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേതു ശുക്ര യോഗത്താൽ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വരുന്നതിന് സാധ്യതയുണ്ട്. ഏത് ബന്ധമായിരുന്നാലും അതിലൊരു വിള്ളൽ വരാം, സംശയം വരാം, അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ യാഥാർത്ഥ്യ ബോധമില്ലാത്ത, അതായത് നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടക്കൂല എന്ന് അറിയാവുന്നുള്ള ഒരു കാര്യം പോലും നടക്കും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും അത് പ്രതീക്ഷിച്ചിരിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്, വിള്ളലുകൾ വരാം. അതുപോലെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിലും വിള്ളൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് ആത്മീയതയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, അതായത് നമുക്ക് പണത്തിന് വേണ്ടി, മറ്റുള്ള ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കാം. ഏത് മതത്തിന്റെ ആയിരുന്നാലും ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെടാം, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാനൊരു സാധ്യത ആൾക്കാർക്ക് മനസ്സിൽ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് മതത്തിന്റെ ആയിരുന്നാലും പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങള് ചില ആൾക്കാർ, അതായത് അവർ ദൈവവിശ്വാസികളല്ലാത്ത ആൾക്കാർ അതിന്റെ മത ആചാര്യന്മാരെന്ന വ്യാജേന വന്നിട്ട് ദുർവ്യാഖ്യാനം നടത്തി ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഈ മാസം കാണുന്നുണ്ട്. അത് ഭക്തജനങ്ങളിൽ വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. ഇവരുടെ ഈ പ്രസംഗം കൊണ്ടും മറ്റുള്ള മീഡിയയിലുള്ള അവരുടെ ഈ സംവാദങ്ങൾ കൊണ്ടും വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാകുന്നു. ഏതായാലും ഭക്തജനങ്ങൾക്ക് അത്ര നല്ല ഒരു കാലഘട്ടമല്ല ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. മിക്കവർക്കും ധനസമൃദ്ധിയും വാക്കിന് മാധുര്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. എവിടെ ചെന്നാലും സുഖമില്ലാത്തൊരവസ്ഥ മാറി നല്ലൊരു സുഖം ഐശ്വര്യമുള്ളൊരു അവസ്ഥ ലഭിക്കുന്നു. ശ്രദ്ധിച്ചാൽ പല വഴികളിൽ കൂടിയും ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ചില ദമ്പതിമാർക്ക് പുത്രലാഭം ഉണ്ടാകുന്നു. അതുപോലെ മിക്ക കാര്യങ്ങളും തടസ്സങ്ങളില്ലാണ്ട്, വലിയ ബുദ്ധിമുട്ടും അലച്ചിലും ഇല്ലാണ്ട് നടന്നു കിട്ടുന്നതായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മനസ്സമാധാനവും കുടുംബസൗഖ്യവും ലഭിക്കുന്നു. വീട് നിർമ്മാണം പാതി വഴിയിൽ, എന്തെങ്കിലും കാരണവശാൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്ക് അവർക്ക് ഈ മാസം തന്നെ വീട് പണി പൂർത്തിയാക്കി ചിങ്ങമാസത്തിൽ താമസിക്കാൻ സാധിക്കുന്നു. ശത്രുക്കളുടെ ശല്യം കുറയുന്നു. നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ആദായം ലഭിക്കുന്നു. മുമ്പ് നിക്ഷേപിച്ചിട്ട് അത് മെച്ചൂരിറ്റിയായി അതിൽ നിന്ന് ആദായം ലഭിക്കുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഇത് ചിലർക്കാണ്. ഒന്നുകിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സന്താനങ്ങൾക്കുണ്ടാകാം, അതല്ലുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവിവേകം കാണിച്ചാൽ പല രീതിയിലുമുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും തിരിച്ചടികൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന ചില നോട്ടീസുകൾ, സർക്കാരിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ചില ഭയം ജനിപ്പിക്കുന്ന നോട്ടീസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വേണ്ടുന്ന രീതിയിൽ നിങ്ങൾ ഇളവ് ചോദിച്ചില്ലെങ്കിൽ ഇളവ് ചോദിക്കുക, അല്ലെങ്കിൽ തൽക്കാലം അത് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിച്ചതിനെ നിർത്തിവെക്കാൻ ശ്രമിക്കുകയായിരിക്കും നല്ലത്. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ഭരണി നക്ഷത്രത്തിൽ
ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് ഫലങ്ങൾ പറയുന്നത്. 12 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ആരോഗ്യം ഒരുവിധം തൃപ്തികരമാകുന്ന ഒരു സമയമാണ്. സ്വർണം, വെള്ളി മുതലായ ആഭരണങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഭൂമിയും വീടും ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് ഒരു അവർക്ക് സാധിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ ആരംഭിക്കുന്നതിന് സാധിക്കുന്നു. കുട്ടിയും ബന്ധുക്കളും ഒരിക്കലും വാദപ്രതിവാദങ്ങൾ, അതായത് തർക്കങ്ങളിലോ ഒന്നിനും മുതിരരുത്. നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായിരിക്കാമെങ്കിലും മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു രീതിയിൽ നിങ്ങൾ ശ്രമം നടത്തരുത്. അത് നല്ലതല്ല. വഴക്കിനും ബഹളത്തിനും കേസൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. വലിയ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം കൊണ്ടും പിന്നെ കാലങ്ങൾ കഴിയുന്തോറും ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വീട്ടുകാർ മേലധികാരികളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മേലധികാരികളിൽ നിന്ന് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ചില രോഗങ്ങളും അരിഷ്ടതകളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അമിതമായ കോപം അടക്കേണ്ടതാണ്. ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചെറിയ രീതിയിലുള്ള കോപം മതിയാവും. വിദ്യാലയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അതായത് വിദ്യാർത്ഥികൾ മറ്റുള്ള വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ സ്വന്തം കാര്യം ശ്രദ്ധിച്ചു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പഠിത്തത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നു. തൊഴിൽ ലഭിക്കുന്നതിനും അതിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വിദേശ പഠനത്തിന് സാധ്യതയുണ്ട്. ചിലർക്ക് ചില അവസരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് പ്രേമം തോന്നാം, അത് വിവാഹത്തിൽ കലാശിക്കുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് സ്നേഹബന്ധങ്ങൾ, അതായത് സുഹൃത്ത് ബന്ധങ്ങൾ നല്ല രീതിയിൽ ലഭിക്കുന്നു. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകാം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. 28 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ശൈലി രൂപീകരിച്ച് നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ആരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് കാര്യം സാധ്യം നേടാൻ വേണ്ടി ശ്രമിക്കല്. അതുവഴി വൻപിച്ച നിങ്ങൾക്ക് അങ്ങനെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പല നഷ്ടങ്ങൾ ഉണ്ടാകാം. അതല്ല, നിങ്ങൾ സ്വയമാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് പുതിയ ശൈലിയിൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും മറ്റുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അല്പം വിവേചന ബുദ്ധി സ്വീകരിക്കുന്നത് പിന്നീട് വരാൻ പോകുന്ന പല അപവാദങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ അത്യാവശ്യ അതായത് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 35 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ കഠിനാധ്വാനം വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും അതുവഴി സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാം. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അന്യദേശവാസം ഈ സമയം കാണുന്നുണ്ട്. ജോലി സംബന്ധിച്ച് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്നു. വീടും ഭൂസ്വത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ വരുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും സാമ്പത്തിക ഞെരുക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. ചികിത്സിച്ചാൽ സുഖം പ്രാപിക്കാവുന്ന അസുഖങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 53 വയസ്സ് മുതൽ 69 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച് ഈ സമയം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ദാനാദി ധർമ്മങ്ങൾ ചെയ്യാൻ മനസ്സ് വരുന്നു. ആനുകൂല്യങ്ങൾ, അവാർഡുകൾ, ബഹുമതികൾ എന്നിവ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ചില അത്യാഗ്രഹികളും മറ്റും നിങ്ങളെ ചില കേസുകളിൽ കുടുക്കി അവർക്ക് നേട്ടം ഉണ്ടായിട്ട് തന്നെയും നിങ്ങളെ ഒരു അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയേക്കാം. അതിലും അവസാന വിജയം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ധാരാളം ധനവും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. ചിലർക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വലിയ പദവിയുള്ള ജോലി ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ മുദ്ര വെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും ഉള്ള ആ ഒരു അധികാരം അവർക്ക് ലഭിക്കുന്നു. 69 വയസ്സ് മുതൽ 88 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ചില വാദരോഗങ്ങൾ, പലതരം വാദരോഗങ്ങളുണ്ട്. അതിൽ ചില രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വഭവനത്തിൽ നിന്നും മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ നിങ്ങൾ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതിനും ഒരു യോഗമുണ്ട്. അതുപോലെ തന്നെ അശുഭ ദർശനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. സ്വപ്നം നിങ്ങൾക്ക് പല രീതിയിലും മോശപ്പെട്ട ഒരു ഇത് ലഭിക്കാം. അത് നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. കാര്യസിദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആത്മീയതയിലേക്ക് തിരിയുന്നതിന് ഒരു
സാധ്യത കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.